വിദ്വേഷവും അസൂയയും അഹംഭാവവും ജീവിതങ്ങളെ നശിപ്പിക്കും. സഹാനുഭൂതി പ്രത്യാശയുടെ വലിയ ചക്രവാളം തന്നെ തുറന്നുകൊടുക്കും. ആഗോള കത്തോലിക്കാ സഭയുടെ ജനകീയനായ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളാണിത്. 1936 ജനിച്ച അദ്ദേഹം 2025 ഏപ്രിൽ 21 ഇന്ത്യൻ സമയം രാവിലെ 11:05 കാലം ചെയ്തു. സഭയിൽ കാലാനുസൃതമായ ഒട്ടനവധി മാറ്റങ്ങൾ അദ്ദേഹം വരുത്തിയിട്ടുണ്ട്. വനിതകൾക്ക് പ്രാധാന്യം നൽകി, ട്രാൻസ്ജെൻഡർ അവകാശങ്ങൾ അംഗീകരിച്ചു. മദർ തെരേസ, ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ, സിസ്റ്റർ എവു പ്രാസ്യ, മദർ മറിയം ത്രേസ്യ, ദേവസഹായം പിള്ള എന്നിവരെ വിശുദ്ധരായി പ്രഖ്യാപിച്ചു. ഇതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ നടപടിക്രമങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ, മാമോദിസ സ്വീകരിച്ച് കത്തോലിക്കാ സഭ വിശ്വാസിയായ ഏതു പുരുഷനും മാർപ്പാപ്പ ആകാൻ അർഹതയുണ്ട്. 1378 മുതൽ കർദിനാൾമാർ മാത്രമാണ് ഈ സ്ഥാനത്ത് എത്തിയത്. 80 വയസ്സിന് താഴെയുള്ള കർദിനാൾമാർക്കാണ് വോട്ടവകാശം. വത്തിക്കാനിലെ അപ്പോസ്തലിക് പാലസിനുള്ളിലെ സിസ്റ്റൈൻ ചാപ്പലിലാണ് കോൺക്ലേവ് ചേരുക. ഉച്ച കഴിഞ്ഞ് കുർബാനയ്ക്ക് ശേഷമാകും ആദ്യ വോട്ടെടുപ്പ്. പുറംലോകവുമായി ബന്ധപ്പെടില്ലെന്ന വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും കർദിനാൾമാർ പ്രതിജ്ഞയെടുക്കും. ദീർഘചതുരാകൃതിയിലാണ് ബാലറ്റ് പേപ്പർ. മാർപ്പാപ്പയാകേണ്ട ആളുടെ പേര് എഴുതിയ ശേഷം ബാലറ്റ് മടക്കി കർദിനാൾമാർ അൾത്താരയിലെത്തി ട്രേയിൽ വെച്ച് പ്രാർത്ഥന ചൊല്ലിയ ശേഷം വോട്ട് പെട്ടിയിലിടും. തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള 3 കർദിനാൾമാർ ഓരോ ബാലറ്റും പരിശോധിച്ച് അതിലെ പേര് ഉറക്കെ വായിച്ച് വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കും. തുന്നിക്കെട്ടിയ ബാലറ്റുകൾ സിലിണ്ടറിക്കൽ സ്റ്റൗവിൽ കത്തിക്കും. സിസ്റ്റൈൻ ചാപ്പലിൻ്റെ ചിമ്മിനിയിലൂടെ കറുത്ത പുകയുയർന്നാൽ തിരഞ്ഞെടുപ്പ് പൂർത്തിയായില്ലെന്ന് അർത്ഥം. വെളുത്ത പുകയാണെങ്കിൽ പുതിയ മാർപ്പാപ്പയെ തീരുമാനിച്ചെന്നും. പുകയുടെ നിറത്തിന് രാസവസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്. വെളുത്ത പുക ഉയർന്നാൽ പിന്നാലെ മണി മുഴങ്ങും. 3-ൽ 2 വോട്ട് ലഭിച്ചയാളോട് പാപ്പയാകാൻ സമ്മതമാണോ എന്ന് ചോദിക്കും. സമ്മതം അറിയിക്കുന്നതിനു പിന്നാലെ സ്വീകരിക്കുന്ന പേരും പുതിയ പാപ്പ വ്യക്തമാക്കും. തുടർന്ന് ചുമതല ഏറ്റെടുക്കും. സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിന് അഭിമുഖമായുള്ള ബാൽക്കണിയിൽ നിന്ന് കർദിനാൾമാരുടെ ഡീൻ ഹബേമൂസ് പാപ്പ നമുക്ക് പാപ്പയെ ലഭിച്ചു എന്ന വാർത്ത അറിയിക്കും. പിന്നാലെ സ്ഥാനവസ്ത്രങ്ങൾ ധരിച്ചെത്തുന്ന പാപ്പ വിശ്വാസികളെ അനുഗ്രഹിക്കും. പുതിയ മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിൽ വോട്ടവകാശമുള്ള ഇന്ത്യക്കാരായ 4 കർദിനാൾമാരാണ് ഉള്ളത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഫോളോ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.